ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതൊരു സിൽക്ക് സാരിയുടെ മുന്താണിയുടെ പോർഷൻ ബ്ലൗസായിട്ടും ബാക്കി വരുന്ന പോർഷൻ സ്കേർട്ടായിട്ടും കൺവേർട്ട് ചെയ്തതാണ്. സ്കേർട്ടിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. സോ ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ബാക്കും ഫ്രണ്ട് പാർട്ടും ഞാൻ പേപ്പറിൽ ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ എൻ്റെ ഷോൾഡർ വരുന്നത് 6 ഇഞ്ചും ആം ഹോൾ ലെങ്ത്ത് 6 ഇഞ്ച്, ദെൻ ചെസ്റ്റ് പോർഷൻ വേസ്റ്റ് ലെങ്ത്ത് എല്ലാം മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഫ്രണ്ടിലും ബാക്ക് പാർട്ടിലും നെക്ക് ഡിസൈൻ ഞാൻ സെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ബ്ലൗസ് ഡിസൈനിൽ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ ബോർഡർ അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് ആ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഇനി പ്രിൻസസ് കട്ട് ഡിസൈന് കട്ട് ചെയ്തെടുക്കുക. ഈ പേപ്പർ പാറ്റേൺ ചെയ്തതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ടൈലറിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ ഇതുപോലെ പേപ്പർ പാറ്റേൺസ് ഉണ്ടാക്കിയതിന് ശേഷം മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ഡിസൈൻ വരുന്നത്. ഇനി ഈ പേപ്പർ പാറ്റേൺ അതുപോലെ ലൈനിങ് ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ഡിസൈനിൽ പ്രിൻസസ് കട്ടിൻ്റെ പാർട്സ് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഒരു 1/2 ഇഞ്ച് സീം ആവശ്യമാണ്. സോ ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഇനി താഴെ അറ്റാച്ച് ചെയ്യേണ്ട ബോർഡറിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. സോ ലൈനിങ്ങിൽ നമ്മുടെ പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷം ആ ലൈനിങ് പാറ്റേൺ നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഏത് ഗാർമെൻറ്റ്സ് സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോഴും അതിൻ്റെ പാറ്റേൺ ഫസ്റ്റ് ലൈനിങ് ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം മാത്രം മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്യുക. സോ നമ്മുടെ കട്ടിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാം. അതിനായി ലൈനിങ് മെറ്റീരിയലിൽ ഞാനൊരു ക്യാൻവാസ് പേപ്പർ വെച്ച് നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് നമ്മുടെ ലൈനിങ് മെറ്റീരിയൽ ഇതുപോലെ വെച്ചതിന് ശേഷം സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നെക്കിൻ്റെ ലൈനിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടാണ്. ഇതിലും സെയിം നെക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ നല്ല വശത്ത് ലൈനിങ് മെറ്റീരിയൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പ്രിൻസസ് കട്ടിൻ്റെ ബാക്കി എല്ലാ പാർട്സും ലൈനിങ് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇനി നെക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു സീം ലൈൻ കൊടുത്തതിന് ശേഷം ക്യാൻവാസ് ലൈനിൽ തട്ടാതെ നെക്ക് ഡിസൈനിൻ്റെ സൈഡിലൂടെ എഡ്ജിലൂടെ ഇതുപോലെ ഒരു സീം ലൈൻ കൊടുക്കുക. അങ്ങനെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ ബാക്കി വരുന്ന പോർഷൻസ് ലൈനിങ് മെറ്റീരിയൽസുമായിട്ട് അറ്റാച്ച് ചെയ്യുക.
നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്തെടുത്ത നെക്ക് ഡിസൈനിൽ ഉള്ളിലുള്ള പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ലൈനിങ് മെറ്റീരിയൽ തിരിച്ച് ബാക്ക് സൈഡിലേക്ക്, അതായത് വ്രോങ് സൈഡിലേക്ക് മറിക്കുക. അതിനുശേഷം ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. ബോർഡറിന് വേണ്ടി കട്ട് ചെയ്ത മെയിൻ ഫാബ്രിക് ലൈനിങ് മെറ്റീരിയലുമായി അറ്റാച്ച് ചെയ്യുക. ഇനി ബോർഡറിൻ്റെ ലൈനിങ് ബ്ലൗസിൻ്റെ വ്രോങ് സൈഡിൽ അറ്റാച്ച് ചെയ്യുക. ഇതിൽ കാണുന്നത് പോലെ. എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ബോർഡർ ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി ബ്ലൗസിൻ്റെ നല്ല വശത്ത് അറ്റാച്ച് ചെയ്യുക. ഇനി ബ്ലൗസിൻ്റെ ബാക്ക് ഡിസൈനിൽ വരുന്ന ഡാർട്ട് ഇടണം. അതിനായി ഇതുപോലെ 1/2 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്. സോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ബ്ലൗസിൻ്റെ ഹൂക്ക് വെക്കുന്നതിനായിട്ടുള്ള ക്ലോത്ത് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഹൂക്ക് വെക്കുന്ന പോർഷൻ ബ്ലൗസിൻ്റെ നല്ല വശത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് വ്രോങ് സൈഡിലേക്ക് മടക്കി അടിക്കുക.
ഇനി ഇതുപോലെ ബ്ലൗസിൻ്റെ ഐ വെക്കേണ്ട ക്ലോത്ത് പീസ് ബ്ലൗസിൻ്റെ റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് നല്ല വശത്തേക്ക് മടക്കി അടിക്കുക. ബ്ലൗസിൽ ഹൂക്ക് ഇടുന്ന പോർഷനിൽ ഇതുപോലെ വി ഷേപ്പിൽ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഐ ഹുക്ക് പട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഷോൾഡേഴ്സ് തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൽ ബോട്ടം സൈഡ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ട് ഒരു 2 ഇഞ്ച് വിഡ്ത്തിൽ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ബ്ലൗസിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. സോ ഇതാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.